ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിയാനി കിച്ചൻ. ഇന്ന് നമുക്കിവിടെ സിമ്പിളായിട്ടൊരു വെണ്ടയ്ക്ക ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയും സിമ്പിളുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതൊരു 250 ഗ്രാം വെണ്ടയ്ക്ക. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമുക്കിത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഞാൻ പച്ചക്കറി മേടിക്കുമ്പോൾ തന്നെ എല്ലാം ഉപ്പ് വെള്ളത്തിലിട്ടൊരു അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ച് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്ത് കൊണ്ടുവരാം. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ട് ഈ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്ത് കൊണ്ടുവരാം. വെണ്ടയ്ക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ഒരു 1/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു കായം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് നിറയെ കടലമാവ്. ഇത്രയും സാധനം നമുക്ക് ഈ വെണ്ടയ്ക്കയിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ പുരട്ടി കൊടുക്കാം. മസാലകളൊക്കെ മുളകൊക്കെ എടുക്കുമ്പോഴില്ലേ, നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. മുളക് പൊടി മസാലയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളകും പൊടികളും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്രയും പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെണ്ടയ്ക്കയുടെ നനവ് കൊണ്ട് തന്നെ പൊടികളൊക്കെ ഇതിൽ പറ്റിപ്പിടിച്ചിരുന്നോളൂ. പൊടികളൊക്കെ നല്ലതുപോലെ വെണ്ടയ്ക്കയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട വെണ്ടയ്ക്ക നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സൗണ്ട് കേട്ടോ, കിളിയിലാണ് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സെക്കൻഡ് ട്രിപ്പും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ട്രിപ്പും കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് വെണ്ടയ്ക്കയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതും കൂടെ കോരിയെടുക്കാം. നല്ല ടേസ്റ്റി ആട്ടോ. ഇതാ നോക്ക്, നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണിത് കിട്ടുന്നത്. നമുക്ക് ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ, വെറുതെ പെറുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ടും കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കാം കേട്ടോ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ടിഫിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിതിലേക്ക് പാക്ക് ചെയ്യാം.